സോറി, അത് നിങ്ങൾ തന്നെ സഹിക്കുക. ഞങ്ങൾ ആരംഭിക്കട്ടെ. കടൽ കടന്നൊരമ്മച്ചി. എന്റെ മക്കളെ, നിങ്ങൾക്കൊന്നും പഠിക്കാനില്ലേ? എന്തോ വഴക്കം കൂടി ഇരിക്കുന്നേ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഏത് നേരത്തെ ഒരു ബ്രേക്ക്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കേട്ടോ. അപ്പോഴത്തെ ശോഷന്റെ മുമ്പ് 4 ജയസ്റ്റാർ കിട്ടിയില്ലേ? ഇപ്രാവശ്യം നമുക്കൊരു 6 കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തിരഞ്ഞു നടക്കാൻ പറ്റാതെ വരും. പറയുന്നോളി. ഓ, സമയം പോയി. എന്റെ സീരിയലൊക്കെ എന്തായി കാണുമോ? സമയം 7 മണിയായി. നാളെ വേസ്റ്റുകാരിൽ വരുന്ന കാര്യം നമുക്ക് അറിയാമോ? ഈ ബീൻ ഇതുവരെ എടുത്തു വെച്ചിട്ടില്ല. എന്റെ കൈ തന്നെ വേണം ഇതിന്. അതാ പണി അവർക്ക്. പ്രൊഫസർ ജയന്തി മേനോന്റെ കൂടെ നിൽക്കുമ്പോ ഇതിന്റെ കൂടെ പോകുമ്പോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു പിന്നെ. ബാക്കിയുള്ള 13 മണിക്കൂർ ജോലിയും കഴിഞ്ഞ് നടുവൊടിഞ്ഞ് വന്നതാ. ചെവി കേൾക്കാൻ പോയെങ്കിലും ഈ നാളെ ഇതെങ്കിലും ഒക്കെ ഒന്ന് എടുത്തു വെച്ചുകൂടെ? ഇവരുടെ മറിച്ച് കേട്ടാൽ ഏതാണ് മറിക്കുന്ന പണി കഴിഞ്ഞിട്ട് വന്നതാണെന്ന് തോന്നും. 10 ഗുളിക വെറുതെ കൊടുക്കുന്നതാ പണി. നീ ഈ കുടുംബവും ശ്രീധനവുമായിട്ട് നിന്റെ നീപ്പി കൂട്ടാതെ നീ ആ പിള്ളേരെ വിളിച്ചിട്ട് 4 വേദവാക്യം പറഞ്ഞു കൊടുത്താൽ എന്താ? ഓ, എന്റെ അമ്മച്ചിയെ കണ്ട് പഠിക്കും. ചെവി കേൾക്കാൻ വയ്യെങ്കിലും സദാസമയവും വേദപുസ്തകവും വായിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതാണ് ഈ വീടിന്റെ ഒരു ഐശ്വര്യം. ചെവി കേൾക്കാൻ വയ്യ പോലും. ചെവി കേൾക്കാൻ വയ്യാത്ത അമ്മായിയമ്മ BBC മറിയാമിക്ക് ഇതെന്റെ ഒരു കൊച്ചു നമ്പറല്ലേ. ഇവരുടെ രഹസ്യചർച്ചകൾ പിടിച്ചെടുക്കാൻ എന്റെ ഒരു ചെറിയ അളവ്. ഞാനാരാ മോള്? അമ്മച്ചിയുടെ ബൈബിൾ വായനയെ കുറിച്ച് അങ്ങനെ അങ്ങ് പോഴത്തണ്ട. നാട്ടിലോട്ട് അപ്പച്ചനെ വിളിക്കാൻ വാങ്ങിയ ഫോൺ പിടിച്ചോണ്ട് ഫേസ്ബുക്ക് നോക്കി ഇരിക്കുകയാണ് ചായ. ഈ പെണ്ണ് ജസ്റ്റ് ഒരു ഐഡി ഒപ്പിച്ചു കൊടുത്തു. ലൈക്ക് ചെയ്യാനും ഇപ്പൊ അറിയാം. എന്ത് ചെയ്യാനാ? നമ്മുടെ ആ ലില്ലിക്കുട്ടിയുടെ അമ്മ മരിച്ചത് ഫേസ്ബുക്കിലിട്ടപ്പോ അതിലും കയറി ലൈക്ക് അടിച്ചു. ഇനി ആ ലില്ലിക്കുട്ടിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ദൈവമേ, ലൈക്കടി വായായോ? അല്ലെങ്കിലും അവളെന്തിനാ ലില്ലിക്കുട്ടിയുടെ മുഖത്ത് നോക്കുന്നത്? സുന്ദരിയായ എന്റെ മുഖത്ത് നോക്കിയാൽ പോരെ? ആ സാധനത്തിന്റെ മുഖത്ത് കണ്ടാൽ അന്നത്തെ ദിവസം പോകും. മനുഷ്യനെ വേഷങ്ങളുടെ കണ്ണ് കാണാൻ വയ്യ. വല്ലതും ഉണ്ടോ? ചോറത് വയ്ക്ക്. ഇന്ന് എന്താ ഈ കറി? ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടെന്നേ. എന്റെ ദൈവമേ, ഈ 25 കൊല്ലമായിട്ട് നീ എന്താ ഏരിക്കുട്ടി ഈ കാണിക്കുന്നേ? എനിക്ക് വേണം ഇറച്ചി വീഴുന്നു. മണ്ടൻ ഗണേശൻ, ഈ തണുപ്പത്തല്ലേ അവന്റെ ഒരു നൊയമ്പ്. അഥവാ നോമ്പ് എടുക്കണമെങ്കിൽ അവസാനത്തെ ഒരു 5 ദിവസം. അല്ലാതെന്താ? കഴിഞ്ഞ ഞായറാഴ്ച വനിതാ സമാജക്കാരുടെ യോഗത്തിൽ വികാരിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞ എന്താ? നോയമ്പെടുക്കണം, നോയമ്പെടുക്കണം, നോയമ്പെടുക്കണമെന്ന് പാവം പറഞ്ഞ് അവളൊന്ന് വിയർത്തതല്ലാതെ എന്താ? എന്തൊക്കെ ആയാലും നീ ഒന്നുമില്ലെങ്കിൽ ഒരു കപ്പിയാരുടെ മോളല്ലേ? നിനക്കത് മറക്കാമോ? എന്റെ അച്ചായ, ഈ കപ്പിയാരുടെ മോള് എന്ന് എപ്പോഴും പറയാൻ എന്നെ ഓർമ്മിപ്പിക്കണ്ട. എനിക്കൊരു പേരുണ്ട്. ബെസ്റ്റ് പേര് ഏരിക്കുട്ടി. ഇപ്പോഴത്തെ നിന്റെ സ്റ്റാറ്റസിനൊക്കെ പറ്റുമോ എരിക്കുട്ടി? ഈ ലണ്ടൻ പ്രവാസനൊക്കെ പറ്റുമോ? അത് ഇത്തിരി ഷോർട്ടായി വിളിച്ചാൽ മതിയെന്നേ. എന്താ കുഴപ്പം? ഏരിയൊന്നോ? ആ ഏയുടെ നീളം ഇത്തിരി കൂടി കുറച്ച്. യു മീൻ എരിയെന്നാണോ? അവളുടെ കുടുംബത്തില് ആ മുഖം തറയിൽ വെച്ച് ഒരോര കൊടുക്കും. ഏരിയെന്ന് വെച്ചാൽ ഐശ്വര്യരായാണെന്ന വിചാരം. പിന്നെ ഈ നോമ്പിന്റെ കാര്യം മറന്നിട്ടൊന്നും അല്ലെന്നേ. പിന്നെ ഉണ്ടാക്കിയതെല്ലാം ഫ്രിഡ്ജിലിരിക്കുക. അതെല്ലാം തീരണ്ടേ? അല്ലെ വേസ്റ്റ് ആവത്തില്ലേ? നോമ്പ് ഇവളോടെ നോക്കും. ക്രിസ്മസിന്റെ തലേന്ന് വരെയുള്ള ആഹാരം ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാ ഈ വലിയ വർത്തമാനം പറയുന്നത്. ഇവള് കാര്യം കുത്തിയ പിന്നെ കാശുണ്ട്, കുടുംബ മതിമ പോയി. എന്ത് ചെയ്യാം? പല വിധി. അച്ചായ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന പോളാച്ചനും ഫാമിലിയും ഹോളിഡേ പോകുന്നേ. അവരെന്നോട് ചോദിക്കുക, ഹോളിഡേസിന് പോകുന്നില്ലേ എന്ന്. അച്ചായ കാശ് കുത്തിപ്പിടിച്ചോണ്ടെങ്കിരുന്നു. നമുക്കും എവിടെയെങ്കിലും പോകാന്നേ പ്ലീസ്. നീ എന്താ വിചാരിച്ച ഹോളിഡേ ഓൾറെഡി ബുക്ക്ഡ്. Really?
ഹോളിഡേ ടു ഹോളി ലാൻഡ്. ഓ 2 ടിക്കറ്റ്സ് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. അമ്മച്ചി എങ്ങാനും അറിഞ്ഞാൽ അത് മതി. അത് ശരിയാ. അതുമല്ല, ഇസ്രയേലാണെന്ന് അറിഞ്ഞാൽ ചാടി പുറപ്പെടും. പിന്നെ അമ്മയൊന്നും വരത്തില്ലെന്നേ. ഈ ചട്ടയും മുണ്ടൊക്കെ ഇട്ടോണ്ട് നമ്മുടെ കൂടെ പോരാൻ പറ്റുമോ? എന്റെ ദൈവമേ, എനിക്കതല്ല മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ ഈ അമ്മച്ചി നാട്ടിൽ സാരി ഉടുത്തോണ്ടിരുന്ന അമ്മച്ചി ഇവിടെ ചട്ടയും കൊണ്ടുമാക്കിയത് എനിക്കറിയില്ല. ദൈവമേ, എന്താണാവോ? അത് മനസ്സിലായില്ലേ? ആ കഴിഞ്ഞ ഓണത്തിന് മാർഗംകളിക്ക് ഞാനൊരു ചട്ടയും മുണ്ടില്ലേ, അമ്മച്ചി ഇതൊരു ദിവസം എടുത്തുകൊടുത്തു. ആ സമയത്താണ് നമ്മുടെ പോസ്റ്റ്മാൻ ഇംഗ്ലീഷുകാരൻ ഏതാണ്ട് പാഴ്സൽ തരാൻ വന്നത്. ആ പുള്ളി അമ്മച്ചിയെ നോക്കി സ്വീറ്റ് ഹാർട്ട്, ഗോർജിയസ്, ബ്യൂട്ടിഫുൾ, പിന്നെന്തൊക്കെയോ പറഞ്ഞു. ഒരു ഉമ്മയും കൊടുത്തു. അതിനുശേഷം അമ്മ ഇത് ഊരിയിട്ടില്ല. No, that's my one. Give it back to me. Just shut. Give it back. Give it back. ഒന്ന് മിണ്ടാതെ പിള്ളേരെ, എന്തോ ഒരു ശല്യമാണ്. ഈ 5 എണ്ണം കൂടി കഴിഞ്ഞാൽ മനുഷ്യന് ഒരു സമാധാനം തരില്ല. അത് കൊള്ളാം. മക്കൾ ഇപ്പം ശല്യമായല്ലേ? എന്തായിരുന്നു പുകില്? മക്കൾ 5 എണ്ണം വേണം, സർക്കാരിന്റെ ബെനിഫിറ്റ് കിട്ടും, അത് കഴിഞ്ഞാൽ ജോലിക്കൊന്നും പോകണ്ട, എന്തൊക്കെയായിരുന്നു വാഗ്ദാനം. ബെനിഫിറ്റ് കിട്ടി. ഇപ്പൊ ഒരു നേരം ക്രിസ്തു മേടിക്കാൻ പോലും തികയത്തില്ല. ഓഹോ, പാവം ഏലി പ്രലോഭിക്കപ്പെട്ടതാ. ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, ഒന്ന് എഴുന്നേൽക്കട്ടെ. മോളെ ഏലിയേ, നമ്മൾ എപ്പോഴാ ഇസ്രായേലിലേക്ക് പോകുന്നത്? ഇനിയിപ്പം പുതിയ പാന്റ് ഉടുപ്പും ഒന്നും വേണ്ട, പഴയ യൂണിഫോം പാന്റ് ഉടുപ്പും മതി. ഇസ്രായേൽ എന്ന വാക്ക് മാത്രം കേട്ടിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഒന്നും കേട്ടില്ല മക്കളെ. എന്റെ ദൈവമേ, ഇനി ഈ പിള്ളേരെ എന്ത് ചെയ്യും? Children, you want to go to Holy Land? Holy Land? Do you mean Disneyland? No, Holy Land in Israel. Jesus born സ്ഥലം. No way. We're not going. We'll stay here. മഴക്കാരി കൂട്ടമേ, തല്ലൊന്നും കൂടരുത്. ഞങ്ങൾ പോയി ഇതാ വന്നു.